ഇപ്പോൾ ഇന്നിപ്പോ ഡൊമിനിക്കിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നേക്കണേ. നമ്മളെല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തമിഴ് ഡയറക്ടേഴ്സിൽ ഒരാളെ ഗൗതം വാസുദേവന്റെ പടമാണ് ഡൊമിനിക് ആൻഡ് ലിവിസ് സ്പേസ്. അത് നമ്മുടെ മമ്മൂക്കാർ വെച്ചിട്ടാണ് പുള്ളി ആദ്യം മലയാള പടം ചെയ്തേക്കുന്നത്. പടത്തിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു ഒരു ഡിറ്റക്റ്റീവിന്റെ കഥയാണ്. ഒരു റിട്ടയർഡ് CA ആണ് പുള്ളിക്കാരൻ പല കാരണങ്ങൾ കൊണ്ട് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെടും. അതിനുശേഷം പുള്ളിക്ക് ഈ കേസ് അന്വേഷിക്കാൻ പുള്ളിയുടെ ജോബിനോടുള്ള പാഷനും കൊണ്ട് പുള്ളി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുകയാണ്. ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന് പറയുമ്പോൾ എന്താ പറയാ, അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള വലിയ സെറ്റപ്പ് പരിപാടിയൊന്നുമില്ല. ഒരു തട്ടിക്കുട്ട് ഒരു നമ്മുടെ കാണുന്ന പോലത്തെ ഒരു സാധാ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി, ഒരു അത്യാവശ്യം വരെയുള്ള ഒരു ഡിറ്റക്റ്റീവ് ഓഫീസറുമായിട്ടാണ് നമ്മൾ അടിപൊളി ഓഫീസറാണ്. ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ, ഒരു മിഡിൽ ഏജ്ഡ് പടത്തിലെ മമ്മൂക്കാന്റെ ക്യാരക്ടർ ആണ് അതില് കുറച്ചുകൂടി കഥയേക്കാൾ കൂടുതൽ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡൊമിനിക്കിന്റെ പേര് പറയുന്ന പോലെ തന്നെ അത് ഡൊമിനിക്കിന്റെ കഥയാണ്. പക്ഷെ പടത്തിന്റെ കഥ എനിക്ക് അത്ര എന്താ പറയുക, ഒരു ആവറേജ് സെറ്റപ്പ് ആയിട്ടാണ് തോന്നിയത് പടം തന്നെ. പക്ഷെ അതിന്റെ ക്യാരക്ടർ ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആണ്, ഭയങ്കര അടിപൊളി ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഗവർണറും പറയുന്നത് ഡൊമിനിക് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന പോലെ ഡൊമിനിക് അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു പേര് വെച്ചിട്ട് പാത്രത്തിൽ ഇറക്കാം. അതൊരു കുറച്ചുകൂടി നല്ല അങ്ങനത്തെ കുറച്ച് നല്ല സാധനം വെച്ചാൽ നല്ലൊരു ക്യാരക്ടറാണ്. ഇതുപോലെ തന്നെ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ഡിറ്റക്റ്റീവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആൾക്കാർക്ക്. അപ്പോൾ ഒരു വീടാണ്, അവൻ്റെ വീടിനെ കുറിച്ച് അലങ്കോലായി കിടക്കുന്ന വീട് കാര്യങ്ങൾ, അതിലേക്ക് അസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഡിറ്റക്റ്റീവിൻ്റെ അസിസ്റ്റന്റ് വേണം. അതാണ് നമ്മുടെ ഗൂഗിൾ സുരേഷ് ഗോപിയുടെ അങ്ങനെ വരികയാണ്. പിന്നെ ഇതിന് ഓരോ കേസുകൾ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു പേഴ്സ് കിട്ടുകയാണ്, ഒരു ലേഡീസിന്റെ പേഴ്സ്. ആ പേഴ്സിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആണ് ഒരു തുറന്നു അതിൽ ചെറിയൊരു പേഴ്സിന്റെ പേഴ്സ് ആരതാണ് ഈ പേഴ്സ് എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു കേസ്. പിന്നെ അങ്ങനെ വലുതായി അതൊരു വലിയ മാൻസിങ്ങിലേക്ക് പോവാണ്. പിന്നെ അതൊരു മർഡർ ആവാണ്. അതാണ് കഥ. അതെങ്കിലും ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്നു, അതിന്റെ പ്രതിയെ എങ്ങനെ പിടിക്കുന്നു എന്നതാണ് ഇതിന്റെ മെയിൻ പോർട്ട്. അതിന് കൊടുത്തേക്കാണ് ഒരു ഷെയ്ഡും പുള്ളിക്കാരന്റെ എന്താ മാനറിസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവും നമുക്ക്. അങ്ങനെ കുറച്ച് ആക്സിഡന്റുകളും പിന്നെ അത്യാവശ്യം ഒരു നല്ല മേക്കിംഗ് ഒക്കെ ഉള്ള ഒരു നോർമൽ ഒരു സിനിമ പടം, ഒരു ഭയങ്കര ഒരു ത്രില്ലർ നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഒരു ക്വാളിറ്റി, ഒരു ഗുഡ് വൺ. തിയേറ്ററിൽ വർക്ക് ആവേണ്ട പടമാണ്. ഈ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക എങ്ങനെയാണുള്ളത്. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. തിയേറ്ററിൽ കാണാനുള്ള ഒരു സിനിമയുണ്ട്, വകുപ്പുണ്ട്.